പാലയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതലും ആളുകൾ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു മണ്ഡലമാണ് പാല. പാലയിൽ എങ്ങനെയായിരിക്കും ഇക്കുറി? പാലയില് ഇക്കുറി അവിടെ മത്സരിക്കുന്നത് ഒന്ന് BJPക്ക് വേണ്ടിയിട്ട് ഷോൺ ജോർജ് ആണ്, മാണി കാപ്പനാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട്, നമ്മൾ പറഞ്ഞതുപോലെ ജോസ് കെ മാണി തന്നെയാണ് LDFന് വേണ്ടി. അതെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവിടെ ഈ സാധ്യത കുറവായി കാണുന്നത് ഇപ്പോഴും ഞാൻ കാണുന്നത് ജോസ് കെ മാണിക്കാണ്. ജോസ് കെ മാണിയെ കുറിച്ചിട്ട് മാണിയുടെ ഒരു KM മാണിയോട് പാലക്കാർ കാണിച്ച ആ ഒരു സ്നേഹം ജോസ് കെ മാണിയോട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഘടകമായിട്ട് പലരും പറയുന്നത് ജോസ് കെ മാണി സാറിനോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വളരെയധികം ഒരു ഇപ്പൊ 2 ദിവസം മുമ്പ് PC ജോർജിന്റെ ഒരു വീഡിയോ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ മാണി സാർ അദ്ദേഹത്തിനെ വിളിക്കുന്നു, അദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു. പെട്ടെന്ന് വിളിച്ചപ്പോഴാണ് പിന്നെ കുളിക്കാതെ തന്നെ അദ്ദേഹം മുണ്ടുമാറിയിട്ട് മാണി സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് മാണി സാർ പുറത്ത് നിൽക്കുന്നു. അപ്പം ഇദ്ദേഹത്തിനെ കണ്ട് മാണി സാർ പൊട്ടിക്കരയുന്നു. എനിക്ക് രാവിലെ ഒരു കട്ടൻ കാപ്പി പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു. PC ജോർജ് പിന്നെ തെറി വിളിക്കുന്നു അവിടെ ഉള്ളവരെ. അവസാനം ഒരു ഹിന്ദു സ്ത്രീ കാപ്പിയും ചായയും കൊണ്ടുവരുന്നു, അവരെ തെറി വിളിക്കുന്നു. അങ്ങനെ ഒടുവിൽ PC ജോർജ് ഇടപെട്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് 5 പെൺമക്കളാണല്ലോ ഉള്ളത്, അപ്പം ആർക്കാണ് മാണി സാറിനോട് കൂടുതൽ സ്നേഹം എന്ന് പറയുമ്പോൾ ആ കോതമംഗലത്തിലുള്ള കൊച്ചിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അവരാണ് എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുക എന്ന് പറയുന്നു. പിന്നീട് അവരൊന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് പാലയിലേക്ക് വരുന്നത്. ഇതിപ്പം വളരെ കാരണം ഇതിനെ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഈ ജോർജ് അവതരിപ്പിക്കുന്നത്. വളരെ ബുദ്ധിപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് വീണ്ടും ആ ഒരു ഇമേജ് മാണി സാറിനോട് ഒരു ഭയങ്കരമായ അവിടെ മാണി സാറിനെ സ്നേഹിച്ചിരുന്ന വ്യക്തികളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ജോസ് കെ മാണിയിലൂടെ പാലാ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷോൺ ജോർജിന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിടയിൽ അത്യാവശ്യം ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള യുവ നേതാക്കളിൽ ഒരാളാണ് ഷോൺ ജോർജ്. അപ്പൊ ഷോൺ ജോർജ് ഒരിക്കലും ഈ PC ജോർജിന്റെ മകനാണെങ്കിലും PC ജോർജും ഷോൺ ജോർജും 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് അല്ലെ. PC ജോർജ് ഒരു അപരിഷ്കൃതമായ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പരിഷ്കൃതമായ സ്വഭാവവും ഒക്കെ പ്രകടമാക്കുന്ന വ്യക്തിയാണ് ഷോൺ ജോർജ്. അപ്പൊ ഷോൺ ജോർജിന് അവിടെ വ്യക്തിപരമായിട്ട് ബന്ധങ്ങളുള്ള സ്ഥലമാണ്, ജോർജിനും വ്യക്തിപരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ PC ജോർജും ഷോൺ ജോർജും കൂടെ ആയിരിക്കും പാലയിൽ പണിയുന്നത്. തീർച്ചയായിട്ടും PC ജോർജിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ എന്തിനെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു എഡ്ജ് നമ്മളിപ്പോൾ കാണുന്നത് ഷോൺ ജോർജിന് അവിടെ വേണമെങ്കിൽ ഒരു സാധ്യത അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. മാണി കാപ്പനും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് കിടന്ന് അധ്വാനിക്കേണ്ടി വരും. കാര്യം ഭൂരിപക്ഷം വളരെ കുറവാണല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഷോൺ ജോർജ് ആണ് ഇപ്പൊ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു മൂല്യം നോക്കുകയാണെങ്കിൽ ഒരു വർദ്ധിത മൂല്യത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ആണ്. അതോടൊപ്പം തന്നെ പാലായിൽ BJPക്ക് ഈ വോട്ടിന്റെ ഷെയർ എന്ന് പറയുന്നത് അത്ര വലിയ അട്രാക്റ്റീവ് അല്ല. പക്ഷെ അവിടെയാണ് ഈ ഷോൺ ജോർജിന് എത്രമാത്രം ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. അവിടെ പള്ളിയുടെ സ്വാധീനം ഒക്കെ വരും. അതെ, കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 24,000 വോട്ട് 10,000 വോട്ട് ഇത്ര വോട്ടുകൾ മാത്രമാണ് അവിടെ പാലായിൽ ഉള്ളത്. പക്ഷെ ഇനി മാണി കാപ്പന്റെ ഈ 60,000 വോട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് വലിയൊരു ടാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു 2021 മത്സരിക്കുന്ന സമയത്ത് ഏകദേശം 10,000 വോട്ട് മാത്രം BJPക്ക് വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 60,000 വോട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വലിയ പണിയെടുക്കേണ്ടി വരും. അത് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ മാറ്റങ്ങളും മറിച്ചിലുകളും ഒക്കെ നമ്മൾക്ക് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക്. കാരണം എന്താ വെച്ചാൽ അവിടെ പിന്നെ ഈ ഷോൺ ജോർജ് ആയതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ഈ ജോസ് കെ മാണിയും വരുന്നില്ല. ജോസ് കെ മാണിയും ഈ പറഞ്ഞ പോലെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് നീങ്ങും. 3 പേരും വളരെയധികം പരിശ്രമിക്കും. ഈ ഷോൺ ജോർജിന്റെ ഒരു വലിയ റിസ്ക് ഇതാണ്. ഇപ്പം 2021 നോക്കുകയാണെങ്കിൽ 10,000-ൽ ഇഷ്ടം വോട്ടിന്റെ അടുത്ത് നിന്നാണ് അങ്ങോട്ട് എത്തേണ്ടി വരുന്നത്. അപ്പൊ അതിന് ഇനി പള്ളിയുടെ സഹകരണം എങ്ങനെ, സഭയുടെ സഹകരണം എങ്ങനെ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കിപ്പം തൃശ്ശൂരിലെ സംഭവം കണ്ടില്ലേ, സുരേഷ് ഗോപിയുടെ സംഭവം. അപ്പൊ ആരും ഇത്രയും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല.
അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം പാലായിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ ഷോൺ ജോർജിന്റെ കാര്യത്തിൽ ഒരു സാധ്യത കാണുന്നത്. അതല്ല എങ്കിൽ മാണി സി കാപ്പനായിരിക്കും അവിടെ കൂടുതൽ സാധ്യത വരുന്നത്. ജോസ് കെ മാണിയുടെ കാര്യം വലിയ പരിങ്ങിൽ തന്നെയാവും. അവിടെ നമ്മള് തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും തൃശ്ശൂരിന്റെ ഒരു ഗതി വരുന്നത്? തൃശ്ശൂര് കാരണം പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു സെലിബ്രിറ്റി മണ്ഡലമായിട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. പത്മജയുടെ പത്മജ ഇപ്പൊ രണ്ടാം തവണയാണ് മത്സരിക്കുന്നത് ഇവിടെ. അതെ അല്ലേ? കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു മത്സരത്തിനെതിരെ അല്ലേ? അതെ, കഴിഞ്ഞ തവണ UDF-ന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത്തവണ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ തൃശ്ശൂർ മണ്ഡലം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ക്രിസ്തീയ സമൂഹം എങ്ങനെ ഇതിനെ കാണുന്നു, സഭ എങ്ങനെ കാണുന്നു. ഇപ്പൊ സുരേഷ് ഗോപിക്ക് കൈയഴിച്ച് സഹായിച്ചു കൊടുത്തു അല്ലേ? അവിടുത്തെ ക്രിസ്തീയ സഭയും വളരെയധികം സഹായിച്ചു. ആ സഹായം പത്മജയ്ക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പത്മജയ്ക്ക് ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല വോട്ടിന്റെ നമുക്ക് ഷെയർ വെച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പി ബാലചന്ദ്രനോട് ജയിച്ച സമയത്ത് പോലും പിന്നെ ഭൂരിപക്ഷം 1000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അത് മാത്രമല്ല മൂന്നാമത് വന്നിട്ടുള്ള സുരേഷ് ഗോപിയും പി ബാലചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ കഷ്ടിച്ച് 4000-നടുത്തുള്ള വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനുശേഷം കുറെ വെള്ളം ഒഴുകി സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തു. അന്ന് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ മാത്രം എടുക്കാനാണ് പുള്ളി വന്നതെങ്കിലും പിന്നെ പുള്ളി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒന്നായി എടുത്തു. അപ്പൊ അതുകൊണ്ട് പത്മജയുടെ സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ഒരു UDF-നൊരു വെല്ലുവിളിയായിട്ട് വരുന്നത്. അതേസമയത്ത് UDF-നും അവിടെ വളരെ ശക്തമായിട്ടുള്ള ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്ത് നോക്കുകയാണെന്നെങ്കിൽ UDF നല്ല ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ UDF-ന്റെ കയ്യിൽ നിന്ന് പോയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. അത് വീണ്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അത് ഈ കരുവന്നൂർ സംഭവങ്ങളും മറ്റൊരുപാട് സംഗതികളും ഒക്കെ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് UDF-ന് അവിടെ ഒരു മുൻതൂക്കമുണ്ടെങ്കിൽ പോലും അവിടെ പത്മജയാണ് ഇപ്രാവശ്യം ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഇതിനടുത്തെങ്ങും വരില്ല. LDF-ന്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സമീപകാലം ഇപ്പൊ 2016-ലെയും 2021-ലെയും എടുത്തു കഴിഞ്ഞാൽ LDF-ന് ഒരുപക്ഷെ ഏറ്റവും കുറവ് വോട്ട് കിട്ടാൻ പോകുന്ന സമയം ഈ തെരഞ്ഞെടുപ്പായിരിക്കാനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ആയിരിക്കാനാണ് സാധ്യതയും കാണുന്നത്. പിന്നെ അവിടെ നമ്മൾ പാലക്കാടേക്ക് പോവാണെങ്കിൽ പാലക്കാട് എങ്ങനെയായിരിക്കും? പാലക്കാട് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഒരു സെലിബ്രിറ്റി മണ്ഡലമാണ് അല്ലേ? അവിടുത്തെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. എല്ലാ ദിവസവും ചാനലില് പാലക്കാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവും. അവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇപ്പൊ ശോഭാ സുരേന്ദ്രനാണോ അതോ രമേശ് പിഷാരടിയാണോ എന്നുള്ള പ്രശ്നം അല്ലേ? അപ്പൊ ഒരു സിനിമാ താരത്തെക്കാൾ വലിയ താരപദവിയാണ് രാഷ്ട്രീയത്തില് ശോഭാ സുരേന്ദ്രന് ഉള്ളത്. പക്ഷെ അവിടെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവിടുത്തെ കേരളത്തിലെ മുഴുവൻ CPM-കാരും പാലക്കാടേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിഷാരടി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ എല്ലാ ദിവസവും നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ വളരെ വ്യക്തമാണ്. ഇപ്രാവശ്യം CPM-ഉം BJP-യും തമ്മിൽ ഡീൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്കത് കണ്ടില്ല എന്നിരിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയമായിട്ട് ഒരിക്കലും അവർക്ക് സമ്മതിക്കാനും പറ്റത്തില്ല. BJP-ക്ക് സമ്മതിക്കാൻ പറ്റില്ല, LDF-നോ അല്ലെങ്കിൽ CPM-നോ സമ്മതിക്കാൻ പറ്റില്ല. പാലക്കാട് മണ്ഡലത്തിലേക്ക് നോക്കി NRM റസാഖിനെ കൊണ്ടിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ മൂന്നാം സ്ഥാനത്തെ വരികയുള്ളൂ. CPM അല്ലെങ്കിൽ LDF അവിടെ അപ്രസക്തനായ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടിട്ടു. അപ്പൊ അവിടെ കഴിഞ്ഞ പ്രാവശ്യം സരിൻ മത്സരിച്ചിട്ട് പോലും കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടോ, 3000-4000 വോട്ടിന്റെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ കാര്യമായ നേട്ടമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ അവിടെ ഇപ്രാവശ്യം NRM റസാഖ് എന്ന ഹോട്ടൽ വ്യവസായം കൊണ്ടിട്ടോടുകൂടി രമേശ് പിഷാരടിയും ശോഭാ സുരേന്ദ്രന്റെ ഇടയ്ക്ക് ഒരു റസാഖിനെ കൊണ്ടിട്ടിരിക്കുന്നു. അപ്പൊ UDF-ന് കിട്ടാൻ സാധ്യത ഉണ്ടാവുന്ന വോട്ടുകളെ പിടിച്ച് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകളെ ഇങ്ങോട്ട് പരമാവധി റസാഖിലേക്ക് കൊണ്ടുവരും. അതോടുകൂടി ആ വോട്ട് കുറയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രമേശ് പിഷാരടിക്കായിരിക്കും കുറയുന്നത്. അപ്പൊ അവിടെ വോട്ട് കൂടുന്നതും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ശോഭാ സുരേന്ദ്രൻ എവിടെ പോയി മത്സരിച്ചു കഴിഞ്ഞാൽ വോട്ടിന്റെ പെർസെന്റേജ് കൂട്ടും അല്ലേ? ഇപ്രാവശ്യം ശോഭ അവിടെ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ അനുകൂലമായ സാഹചര്യമാണ് LDF-ന്റെ കാൻഡിഡേച്ചറിലൂടെ സംഭവിച്ചിരിക്കുന്നത്.
ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. രമേശ് പിഷാരടി പാലക്കാടിന് ഇന്നത്തെ സാഹചര്യത്തിൽ യോജ്യമായ ഒരു കാൻഡിഡേറ്റ് അല്ല എന്നും പറയേണ്ടി വരും. കാര്യം രമേശ് പിഷാരടി നല്ല ഒരു ഈ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഇപ്പം ഡോക്ടർ തോമസ് ഐസക്കൊക്കെ വെറും കോമാളി വേഷം കെട്ടി നടന്നതിനെ പിടിച്ചാക്കി എന്ന് പറയുന്നത് പോലും ഡോക്ടർ തോമസ് ഐസക്ക് അങ്ങനെ പറയുകയുണ്ടായി. കോമാളി വേഷം കെട്ടി നടക്കുന്ന ആളിനെ പിടിച്ച് പാലക്കാട്ട് ആക്കിയിട്ട് ഡീലെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശോഭ ജയിക്കുന്നു തോമസ് ഐസക്ക് മുൻകൂട്ടി പറയുക അല്ലേ? പിഷാരടിക്ക് ഒരു ഒരു സ്ഥാനാർത്ഥിത്വ മൂല്യമില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക്ക് പറയുമ്പോൾ, CPM നേതാവ് പറയുമ്പോൾ ശോഭ ജയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു ബുദ്ധിജീവിയൊന്നും ഒരിക്കലും ഈ ഡീലിനെ ഒരിക്കലും സമ്മതിക്കുകയുമില്ല. അതേ സമയത്ത് ആ ഡീലിനെ ഉറപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന രീതി സംസാരിക്കാനും പ്രവർത്തിക്കാനും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കമന്റ് പോലും ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു കമന്റാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ രമേശ് പിഷാരടി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിയിട്ട്, കാരണം കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്, കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള ശ്രീധരൻ പോലും നിന്നിട്ട് ജയിക്കാൻ കഴിയാവുന്ന മണ്ഡലമാണ്. അതേസമയത്ത് രണ്ടാം സ്ഥാനത്ത് എപ്പോഴും വരുന്നത് BJP ആണ്. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഈ സമീപകാലത്തെങ്കിലും ജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു അവസരവും ഇപ്പൊ ഈ ഒരു അവസരമാണ്. പക്ഷെ അവിടെ കോൺഗ്രസിന്റെ ഇനി വരും ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും രമേശ് പിഷാരടിയുടെ മുന്നേറ്റവും നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. അവിടുന്ന് തൃത്താലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? തൃത്താല ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തൃത്താലയിലെ UDF വളരെയധികം മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ MP രാജേഷ് ആണ് തൃത്താലയിൽ മത്സരിക്കുന്നത്. പിന്നെ VT ബൽറാമിനെതിരെ മത്സരിക്കുന്നത് MP രാജേഷാണ്. അപ്പൊ അവിടെ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്ര വലിയൊരു വ്യത്യാസം രാജേഷും പിന്നെ VT ബൽറാമും തമ്മിലില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ലേ. അപ്പൊ ഈ മണ്ഡലത്തിൽ അത്രയും വ്യത്യാസം UDF അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ UDF വലിയൊരു മേധാവിത്വം നേടിക്കഴിഞ്ഞു. MP രാജേഷിന് ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പ്രതികരണ രീതികൾ ഇപ്പം ഒരു പ്രത്യേക രീതിയിൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണ രീതികളൊക്കെ രാജേഷിന്റെ ആ ഒരു ഇമേജിനെ കാര്യമായിട്ട് ബാധിച്ചു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AKGയുമായി ബന്ധപ്പെട്ട് വൈകാരികമായിട്ടായിരുന്നു വോട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകില്ല. അത് ഉറപ്പായിട്ടും VT ബൽറാമിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം. പിന്നെ മാത്രമല്ല UDF അധികാരത്തിൽ വരുകയാണെങ്കിൽ VT ബൽറാമിന് ഒരു നിർണായകമായ ഒരു സ്ഥാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. VT ബൽറാമിലൂടെ സ്വീകാര്യനായ നേതാവാണ്. അപ്പോൾ ഇമേജിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു MP രാജേഷിന് അത്ര അനുകൂലകരമായ ഒരു ഘടകമല്ല. സാർ, നമ്മൾ അവിടുന്ന് ബേപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ബേപ്പൂരിന്റെ ഒരു കണക്കനുസരിച്ച്? ബേപ്പൂര് മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. ബേപ്പൂർ മുഹമ്മദ് റിയാസ് ഈ പറഞ്ഞതുപോലെ അവിടെ വളരെയധികം ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു മണ്ഡലം കൂടെയാണ്. അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ താൻ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ശക്തമായ എതിർപ്പ് ഉണ്ടാവും എന്നൊക്കെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയുക പ്രവർത്തനം നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് റിയാസിൻ്റെത്. ഇപ്പൊ റിയാസും ഇപ്പം അദ്ദേഹത്തിന് ഈ മരുമോനിസം എന്ന് പറഞ്ഞിട്ട് ഇതിനെ എതിർക്കാനായിട്ടാണ് PV അൻവർ വന്നിരിക്കുന്നത്. പക്ഷെ PV അൻവറിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവറിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കും, കാരണം പിണറായി വിജയന്റെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനും എല്ലാമൊക്കെ ആയിരുന്ന ഒട്ടനവധി അഴിമതി കഥകൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടു വന്നു. അന്നൊന്നും ഒരു നടപടികളുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം അവിടെ നിന്ന് മാറുന്നു. പിന്നീട് ഒട്ടേറെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടില്ലാത്ത
ഒരു ചില രാഷ്ട്രീയ മൂല്യങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു നേതാവാണ് പി വി അൻവർ. അത് തന്നെയാണ് അൻവറിന്റെ ഏറ്റവും ഇപ്പം UDF ആ മണ്ഡലത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. അൻവർ നാളെ ജയിച്ചു കഴിഞ്ഞാൽ അൻവറിന്റെ നിലപാട് UDFന്റെ നിലപാടായിരിക്കുമോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല അല്ലേ? അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു വലിയൊരു ഹാൻഡിക്യാപ്പ് അവിടുത്തെ UDF കാൻഡിഡേറ്റായ PV അൻവറിനുണ്ട്. മുഹമ്മദ് റിയാസിന് കുറെ പ്ലസ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു BJPയുടെ ഒരു ഫിക്സഡ് വോട്ട് ലെവലിലാണ്. ഒരു 1000-1500 വോട്ടുകളുടെ ഡിഫറൻസ് ആണ് പലപ്പോഴും അവിടെ വരുന്നത്. ഒരു 25,000, 25,000, 26,000, 27,000 വോട്ടുകളുടെ ഒരു മാറ്റം മറിച്ചിലുകളാണ്. അപ്പോൾ അത് ഈ പിന്നെ UDF LDF കാൻഡിഡേറ്റിന്റെ മത്സരങ്ങളെ അവരുടെ വിജയത്തെ വലുതായിട്ട് സ്വാധീനിക്കാനൊന്നും പോകുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബേപ്പൂരിൽ റിയാസിന് തന്നെയായിരിക്കും, മുഹമ്മദ് റിയാസിന് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. പക്ഷെ അവിടുന്ന് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പലരും പറയുന്നത് PV അൻവറിനാണ് കുറച്ചുകൂടി ഒരു സാധ്യത കൂടുതലുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അല്ല, അത് നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ. കാരണം PV അൻവറിന്റെ ഒരു ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് PV അൻവറിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശൻ മുന്നണിയുടെ ഭാഗമാക്കാതിരുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കും? അദ്ദേഹം കുറെ നിബന്ധനകൾ വെച്ചിരുന്നു, അതിന് വിധേയപ്പെടാത്തത് കൊണ്ടാണ്. PV അൻവറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നിഷ്ഠയില്ലാത്ത വ്യക്തിയുടെ മുമ്പിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അടിയറവ് പറയണ്ട എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് VD സതീശൻ ആ നിലപാടെടുത്തത്. അവസാനം കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും കലശലായ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നിട്ടാണ് അസോസിയേറ്റ് മെമ്പറായിട്ട് PV അൻവറിനെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു നിവൃത്തികേടിന്റെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് PV അൻവർ UDFൽ വന്നിരിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ മത്സരിക്കുന്നതും. അതിന്റെ ആ വിരുദ്ധതയ്ക്കുണ്ടായ റീസൺ എന്ന് പറയുന്നത് PV അൻവറിന്റെ ഒരു അനുകൂലമല്ലാത്ത ചില ഘടകങ്ങളാണ്. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിലല്ല, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ. അപ്പൊ അത് ഒരു പ്ലസ് പോയിന്റ് അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം PV അൻവറിന് എന്താണ് പ്ലസ് പോയിന്റ്? അവിടെ പിണറായി വിജയനോടൊപ്പം ഒട്ടുനിന്നു കുറെ അധികാരത്തിന്റെ അനുകൂലമായ ഘടകങ്ങളൊക്കെ ആസ്വദിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവർ തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടേറെ കാര്യങ്ങൾ വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിക്കും മരുമോഹനും എതിരെ പോരാടുന്നു, മരുമോനിസത്തിനെതിരെ പോരാടുന്നു. ഇതാണ് PV അൻവറിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലേ? അത് അഴിമതിക്കെതിരെയുള്ള ഒരു നിലപാടാണോ പൊതുവെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണെന്ന് പറയാൻ പറ്റും? അല്ല. അപ്പൊ അത് പിന്നെ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ PV അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതൊക്കെ എത്രമാത്രം പിന്നെ സ്വാധീനം ചെലുത്തും എന്നൊക്കെ ഉള്ളത് നമുക്കൊരിക്കലും അതൊരു മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. പക്ഷെ ഘടകങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ന ഘടകങ്ങളുണ്ട്. ശക്തമായ പോരാട്ടം തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്, അല്ലെ UDFന്റെ പിന്തുണയോടെയാണ് ബേപ്പൂരിൽ അൻവർ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞതുപോലെ നല്ല വ്യത്യാസത്തിലാണ്. 2021 മുഹമ്മദ് റിയാസിന് 82,865 വോട്ട്, അതേപോലെ PM നയാസ് പിന്നെ UDFൽ 53,418 വോട്ട്. അപ്പം വളരെ ഒരു ഗണ്യമായ ഒരു ഭൂരിപക്ഷമാണ് മുഹമ്മദ് റിയാസിന് പെടുത്തിയിരിക്കുന്നത്. പക്ഷെ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് അൻവർ അവിടെ ചെന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു ടൈറ്റ് മത്സരമായിരിക്കും. നമ്മള് 10 മണ്ഡലങ്ങളിലേക്ക് പോയെങ്കിലും ഈ 10 മണ്ഡലങ്ങളും വളരെ ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്ന 10 മണ്ഡലങ്ങളാണ്. 10 ടൈറ്റ് മത്സരങ്ങൾ മാത്രമല്ല, ഓരോന്നിനും ഓരോ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, വ്യത്യസ്ത രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഓരോ മണ്ഡലങ്ങളാണ് നമ്മൾ ഇപ്പോൾ പോയിട്ടുള്ളത്. ഇത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സെലിബ്രിറ്റി മണ്ഡലങ്ങളായിട്ടും കുറെ മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസിന് കടന്നു വരാൻ കഴിയുന്ന സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലങ്ങൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നത്. കാരണം ഈ ഓരോ മണ്ഡലങ്ങളും ഓരോ ജില്ലകളെയും അടിസ്ഥാനമാക്കി അതിനെല്ലാം വ്യത്യസ്തമായിട്ട് അവിടുത്തെ രാഷ്ട്രീയവുമായിട്ട് ഇടകലർന്ന രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇലക്ഷന് ശേഷം ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് വീണ്ടും പരിശോധിക്കാം. തീർച്ചയായിട്ടും.